ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു പറയാനുള്ള ഒരു റൈറ്റും ഒരു തിട്ടൂരവും ശ്രീ ബി ആർ ഷഫീറിനില്ല. അത്രേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ ചോദിക്കാം, അവർ ഭരണത്തിലിരിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ എന്നുള്ള വിഷയം തന്നെ പറയാൻ എന്ത് മോറൽ റൈറ്റ് ആണുള്ളത്? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ഓവറാക്കരുത് കേട്ടോ, ഓവറാക്കരുത്. അല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീറെ, ഓവറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. എന്നോട് എനിക്ക് നേരത്തെ ഒരു ചോദ്യം ബ്രീഫ് ചെയ്ത് തന്നു, ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാൻ താനാരാ? അങ്ങനെ ചോദിക്കുന്ന പറയാനൊക്കെ ശ്രീ ഷഫീർ ആരാ? എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച്, എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? തിരിച്ചും വേണ്ട. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത്. എന്ത് വരട്ടല്? ഒരു വരട്ടലുമില്ല. എന്നെ മാധ്യമ പാഠം പഠിപ്പിക്കും വേണ്ട. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്ക് എന്നോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ശ്രീ ബി ആർ ഷഫീറിനില്ല. അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു? താങ്കൾ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. പ്രേക്ഷകർ കാണുന്നുണ്ട്, റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി എന്ത് ഭാഷ എന്നോട് സംസാരിച്ചത്. ഞാൻ ശ്രീ ഷഫീറോട് ചോദിക്കാനുള്ളത്, ഞാൻ ശ്രീ സജീഷോടും ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അത് പറയുമ്പോ അങ്ങനെ ചോദിക്കുന്നത് തിട്ടൂരൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല. ഒരു തിട്ടൂരം ഇവിടെ ഇറക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഒന്നും വേണ്ട. ഒരു അയ്യപ്പാസിനെയും പ്രശ്നമില്ല. താങ്കൾ ആലോചിച്ച് നോക്കിയാൽ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു പറയാനുള്ള ഒരു